നമ്മള് ഹീറോന്റെ കൂടെ നമ്മള് ഇരിക്കുകയാണ് കാലിക്കറ്റില് കടൂർ റിസോർട്ടില്. അനീഷ്, തുറന്നു പറ, എന്താണ് നിന്റെ സന്തോഷം ഇന്നത്തെ? ശരിക്കും പറയാൻ വെച്ചാൽ ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഇതില് വേറൊരു സംഭവമുണ്ട്. നോർമലി ഇപ്പൊ നമുക്ക് അത് ഞാൻ പറയേണ്ട കാര്യം തന്നെ. ഇപ്പൊ നമ്മള് 10 lakhs എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ടാക്സ് എന്ന് പറയുന്ന സംഭവം കട്ടായി പോകും. ഇപ്പൊ 10 lakhs എന്ന് പറഞ്ഞാൽ റോയിജി തന്നിരിക്കുന്നത് 10 lakhs തന്നെയാണ്. ദെൻ വി വോണ്ട് ടു പേ മോർ ദാൻ 28% ടാക്സ്. അപ്പോ ആ പറഞ്ഞ ആ കറക്റ്റ് എമൗണ്ട് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പലപ്പോഴും ഒരു എമൗണ്ട് കിട്ടുമ്പോൾ പിന്നെ അതിന് ടാക്സ് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 10 lakhs നമ്മുടെ അക്കൗണ്ടിലേക്ക് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്ഥിതി റോയ് സാറിനും കോൺഫിഡന്റ് ഗ്രൂപ്പിനും ഒക്കെ ഉണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷവും താങ്ക്സും അതും നന്ദിയുള്ളവനായി. അല്ല, അത് റോജി ഇപ്പൊ എന്നെ വിളിച്ചു. നമ്മളിവിടെ ഒരു ഫംഗ്ഷന് വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് റോജി സഡൻലി എന്നോട് പറയായിരുന്നു, അബില്ല നമുക്ക് അനീഷിനെ വിളിക്കണം, ഓക്കെ, യു വോണ്ട് ടു ഗിവ് സംതിങ്, അനീഷിന് കൊടുക്കണം എന്ന്. അത് പറയുമ്പോ അത് ശരിക്കും ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം ശരിക്കും അനീഷ് നല്ലൊരു ഡിസേർവിംഗ് ആളാണ്. അത് തന്നെയാണ്. അത് എനിക്ക് കൂടി അതിന്റെ പാർട്ടാവാൻ പറ്റിയല്ലേ. പിന്നെ നിങ്ങളുടെ അടുത്ത ശത്രു പറയും. നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ എപ്പിസോഡില് എന്താണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നോമിനേഷൻ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാനെടുത്ത പവർ കളഞ്ഞ നോമിനേഷൻ അപ്പൊ അതൊക്കെ നമുക്ക് കഴിഞ്ഞു അല്ലെ, ഷോയും പാട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ലക്ഷ്മിനെയും അനീഷിനെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കാണാൻ ജയിലിലും ഒക്കെ തൊട്ട് ജയിൽ എപ്പിസോഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളെ കോൺവെർസേഷൻ കാണാൻ ഭയങ്കര സംഭവം. ഓക്കെ, ഇപ്പൊ ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അതിനു മുൻപും ഹൗസിന് മുൻപും എല്ലാവരുമായിട്ട് ഞാൻ എന്തായാലും സൗഹൃദത്തിലാണ്. എനിക്ക് ആരോടെങ്കിലും ഒരു തരത്തിലുള്ള അല്ല ഫസ്റ്റ്. പക്ഷെ ഈ സന്തോഷത്തിലെ ലക്ഷ്മി പാട്ടായതല്ലോ അല്ലെ. ലക്ഷ്മിയാണ് വീഡിയോ എടുക്കുന്നത്, കൈ കൊടുത്തിരിക്കുന്നു ആ കറക്റ്റ് സമയത്ത് എത്താനും. ഓക്കെ, അതെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നമ്മുടെ ഹൗസിലുള്ള ഒരു സ്ട്രഗിളും കാര്യങ്ങളും നമുക്കേ മനസ്സിലാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് അത് മാറുമ്പോഴത്തേക്കും നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും സപ്പോർട്ട്സും ഒക്കെ ദൈവം കൊണ്ടുതരികയാണ്. അങ്ങനെ ഇതേമാതിരി ഇനി മോർ വരട്ടെ. ഒരുപാട് അതെ, വേറെ കുന്നരുടെ സർപ്രൈസും കൂടി ഉണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സർപ്രൈസ് പൊട്ടിക്കാം. ഒരുപാട് സർപ്രൈസസ് വരാം. ഇയാൾക്ക് വേറെ സർപ്രൈസ് ഉണ്ട് കേട്ടോ. അതിപ്പോ പൊട്ടിക്കുന്നില്ല, അത് പൊട്ടിക്കില്ല. ലക്ഷ്മിക്ക് വലിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അടുത്ത ഒരു ഇതിൽ പറയാം. അപ്പം താങ്ക് യു അനീഷ്, കാണാൻ സാധിച്ചു. താങ്ക് യു അബിൽ ബ്രോ. ഒരുപാട് ആളുകൾ ഇതിന്റെ പുറകിലുണ്ട്. അതില് അനീഷ് കാലിക്കറ്റ് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഇത് വേറെ കാര്യട്ടോ. ഈ വീഡിയോ ഇപ്പോഴുള്ള അനീഷ് ആയിരിക്കില്ലേ. ഇപ്പൊ അവിടെ സ്ഥലത്തേക്ക് പോവാണ്. ഒരു വേറൊരു അനീഷിനെ ഇന്ന് കാണാം. ഉണ്ണിക്കുട്ടറാവാനുണ്ട്. പിന്നെ 2 കാലിക്കറ്റിൽ വന്ന നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണ്. അതിപ്പോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പം അനീഷ്, ലവ് യു. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇവരോട് പറഞ്ഞു തന്നെ കണ്ടല്ലോ. അപ്പൊ നാളെ ബാംഗ്ലൂട്ടോളൂ, മറ്റൊന്ന് 10 ലക്ഷാധിപതി. അത് വേണ്ട. ഒരുപാട് സന്തോഷം.